ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ വെക്കേഷനൊക്കെ ആയ കാരണം ആകെ നല്ല തകർപ്പിലാവും അല്ലേ? എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, മക്കളേനെയൊക്കെ ആയിട്ട് നമ്മൾ ടൂറ് പോവുകയാണെങ്കിലും കുട്ടികളെവിടെ പോവുകയാണെങ്കിലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുഞ്ഞു മോള് പറയുമ്പോൾ രക്ഷിതാക്കളുടെ കൂടെ പോയത്, എന്നിട്ട് അവരുടെ ചെറിയൊരു അശ്രദ്ധയാവാം കാരണം ആ കുട്ടി താഴെ വീണത് ആരും കണ്ടിട്ടില്ല. എങ്ങനെയോ അത് കാല് തെറ്റി താഴെ പോയിട്ടുണ്ടാവും. അത് കൂട്ടത്തിൽ പോയ ആരും അറിഞ്ഞില്ല. അങ്ങനെ ആ കുട്ടി പോയി. ഇന്നിപ്പോൾ എവിടെയോ കേൾക്കണു 3 കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന്. സ്കൂൾ വെക്കേഷനല്ലേ, പിള്ളേർ അവരുടെ കളികളൊക്കെയാണ്. അപ്പോൾ രക്ഷിതാക്കൾ മാക്സിമം കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ എവിടെ പോകുമ്പോഴും നമുക്ക് ഒരു കണ്ണ് അവരുടെ മീതെ ഉണ്ടാകണം. എവിടെ പോവുകയാണെങ്കിലും നമ്മൾ അത്ര പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മളുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. മറ്റൊരാൾ നമ്മളെ അത്ര അറിയുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മളുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടത്, വേറൊരാളല്ല സൂക്ഷിക്കേണ്ടത്. കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളെ നല്ല സൂക്ഷിക്കുക. കുളങ്ങളിലോ തോടുകളിലോ, അങ്ങനെ തോട്ടിലൊന്നും ഇപ്പോൾ വെള്ളം ഉണ്ടാവില്ല, എന്നാലും കുളത്തിലൊന്നും ഇറങ്ങാനും ഒന്നും, ഒരു ചെറിയ വെള്ളം മതി പിള്ളേർക്കേ. പിന്നെ പുഴയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് അതിൽ കുത്തൊഴുക്ക് വരും. അപ്പോൾ അതിൽ എത്ര ആഴമില്ലാത്ത സമയമാണെങ്കിൽ ആ സമയത്ത് ഒരു ചുഴിമാതിരി ഒരു സംഭവം രൂപപ്പെടും. അതിൽ പെട്ടുപോയ വലിയവർക്ക് പോലും രക്ഷയില്ല, പിന്നെ പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ നമ്മളുടെ മക്കളെ നമ്മൾ എന്താ പറയുക, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക പറഞ്ഞില്ലേ, അതുപോലെ സൂക്ഷിക്കുക. ഇന്നിപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആരുടെ മക്കളായാലും നമ്മളും അമ്മമാരല്ലേ, എത്ര ആറ്റുനോറ്റാണ് ഓരോരുത്തരും ഓരോ മക്കളെ വളർത്തിണ്ടാക്കണത്. ഇനി അവർക്കൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടട്ടെ എന്ന് മാത്രം പറയാം നമുക്കല്ലേ.